സുഹൃത്തുക്കളെ, ഗൾഫുകാരനും അവൻ്റെ നാട്ടിലേക്കുള്ള വരവും പോക്കും, പിന്നെ അവൻ നാട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ എന്നും ചർച്ചാ വിഷയങ്ങളായിരുന്നു. പേർഷ്യക്കാരനും പെർഫ്യൂമിനും ആരാധകർ ഒത്തിരി ഉണ്ടായിരുന്നു. കാലം മാറി. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ടിവിയും ഇന്റർനെറ്റും സജീവമായപ്പോൾ നമ്മളെക്കുറിച്ചും ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും അവരെന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? നമ്മുടെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നുണ്ടോ? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന ജോർജ് കുട്ടി എന്ന ഈ പ്രവാസിയെ നമ്മുടെ നാട്ടിൽ കാത്തിരിക്കുന്നത് എന്താണ്? രാഗ തിയേറ്റർ പ്രൗഡ്ലി പ്രസൻസ് ജോർജ് കുട്ടി, ദുബായ്, കൊച്ചി, ദുബായ്. Your attention please. ദുബായിൽ നിന്നും ഇറാൻ, ഇറാഖ്, ഇന്തോനേഷ്യ ഇൻഡോർ വഴിയുള്ള ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ കഞ്ഞിക്കുഴി എയർലൈൻസ് വിമാനം കൊച്ചിയിൽ ഒരു കണക്കിന് ഇടിച്ചിറക്കിയിരിക്കുന്നു. യാത്രക്കാരായ എല്ലാ അലവരാതികളും ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോകേണ്ടതാണ്. എടാ, ഒരു ദുബായ് വിമാനം വന്നിറങ്ങിയിട്ടുണ്ട്. ഏതവനാണോ എൻ്റെ വണ്ടിയിലോട്ട് കെട്ടിയെടുക്കുന്നത്? കയ്യിൽ 5 പൈസ ഇല്ലാതെ ആയിരിക്കും ഇവനൊക്കെ വന്ന് ഇറങ്ങുന്നത്. എന്തായാലും ടേൺ അനുസരിച്ച് പോയല്ലേ പറ്റൂ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. എന്തൊരു ചൂട്! അയ്യോ, ഇവിടെ AC ഒന്നും ഇല്ലേ? അപ്പൊ സാർ ഈ വീട്ടിൽ നിന്നല്ലേ അങ്ങോട്ട് പോയത്? പോയപ്പോ ഇവിടെ എത്ര AC ഉണ്ടായിരുന്നു? എടാ, ദുബായിൽ ഈ ചൂടൊന്നുമില്ല. ഷെയ്ഖ് സൈദ് റോഡ് ഒരു AC അല്ലേ? അതിൽ കൂടെ പോകുമ്പോ നമ്മളെ മാലയിട്ട് സ്വീകരിക്കാൻ മഞ്ഞയും കാപ്പിക്കളറും ഉഴുപ്പിടിച്ച് സുന്ദരികളെ നിർത്തിയിട്ടുണ്ട്. സാലിക്കൊന്നും പറയും. ദാ ഇത് പിടി, ബാക്കി നീ തന്നെ വെച്ചോ. ഇതായി ഗൾഫുകാരനെ കൊണ്ടുപോകാൻ ആരും വരാത്തത്. ഒടുക്കത്തെ ഒരു പെർഫ്യൂമിന്റെ നാറ്റവും നക്കാപ്പിച്ച കാശും. അയ്യടാ, ഇതേ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടു. എൻ്റെ പൊന്ന് സാറേ, കാശ് തന്നില്ലേലും വേണ്ടില്ല. ഈ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്ന കഥയൊന്ന് നിർത്ത്. സാർ എൻ്റെ കൂടെ ഈ കാറിൻ്റെ കിളിയായിട്ട് കൂടിക്കോ. അവിടെ കിട്ടുന്നതിലും കൂടുതൽ കാശ് ഞാൻ തരാം. പോടാ അവിടുന്ന്. ഗൾഫുകാരനാണോണ്ടാ നിന്റെ കളി? എടാ, നീ ബുർജ് ദുബായ് എന്ന് കേട്ടിട്ടുണ്ടോ? പോവാൻ ജുമേറ, പോവാൻ തേറ, എല്ലാം പോട്ടെ. എടാ, നീ മെട്രോ ട്രെയിൻ തല വെച്ചോണ്ടോടാ? അതെ സാറേ, ബുർജ് ദുബായ് അല്ല, ബുർജ് ഖലീഫ. സാർ അതിൻ്റെ മോളിൽ പോയിട്ടുണ്ടോ? എന്റെ അമ്മേ, അതിന്റെ മോളിലോ? അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. സാർ അത് കണ്ടിട്ടുണ്ടോ? ഷാർജയിൽ നോക്കിയാലും കാണാലോ. അതിൻ്റെ പൊക്കം എത്രയാണെന്നറിയോ? ഇതുവരെ എന്റെ പൊക്കം എത്രയാണെന്ന് എനിക്കറിയില്ല. പിന്നെയാ എന്നാ കേട്ടോ, അതിൻ്റെ പൊക്കം 830 മീറ്റർ, 163 നിലകളുണ്ട്. ഉദ്ഘാടനം ചെയ്തത് ജനുവരി 4, 2010. ഒരു മണ്ണാങ്കട്ടെ അറിയാതെ വെറുതെ പൊങ്ങച്ച അടിച്ചോളും ഓരോ ഗൾഫുകാരന്മാർ. എടാ ജോർജുട്ടി, നീ വന്നാ? സുഖാണോടാ മക്കളെ? അമ്മേ, ആഹാ, ചേട്ടൻ ഇത്ര പെട്ടെന്ന് വന്നാ? എടി മേരി, 3 കൊല്ലം കഴിഞ്ഞ് ദുബായിന്ന് വന്ന് എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ ആരെങ്കിലും എയർപോർട്ട് വരാമെന്ന് വന്നോ? അപ്പുറത്തെ ശശിയേട്ടൻ 3 മാസം കൂടുമ്പോ നാട്ടി വരും. അതാ ആകെയുള്ള സമാധാനം. അപ്പഴ ചേട്ടൻ്റെ ഒരു 3 കൊല്ലം. അതേടി, ശശി വരുന്നതിന്റെ കഥയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. തള്ളേ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ചൂലിയാൻ എടുക്കും. ഞാനേ ആം ആദ്മിയുടെ ആളാ, അറിയാവോ? അതേടി, നീ ആരുടെ ആത്മീയാണെന്നൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്തോന്നാടാ ഇത്? എപ്പ വന്നാലും വന്ദിരം ഷോപ്പിലെ കൊറേ കൂതറ സാധനങ്ങളായി വന്നോളും. ആരെ തോൽപ്പിക്കാനാടാ ഇത്?
ഡേ ടു ഡേ മൊത്തമായിട്ട് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക. കൊള്ളാൻ. ആളിയാ എപ്പ എത്തി? എന്നൊക്കെയുണ്ട് വിശേഷം? എന്നാ പോണേ? ഇപ്പൊ ഇങ്ങടെ എത്തിയുള്ളു അളിയാ. നിലത്തൊന്ന് നിന്നോട്ടെ, എന്നിട്ട് തിരിച്ചു പോയാ പോരെ. എന്നാലും അളിയന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഞാൻ എത്തിയപ്പോഴേക്കും എന്നെ കാണാൻ ഓടി വന്നല്ലോ അളിയാ. അയ്യടാ, അത് സ്നേഹം കൊണ്ടൊന്നുമല്ല. കഴിഞ്ഞ വന്നപ്പോ അളിയൻ കുറച്ച് കാശുമായിട്ട് മുങ്ങി തുറക്കണ്ട. വന്നപ്പോ തന്നെ മേടിച്ചിലേക്ക് കിട്ടൂല, അത് കാരണം വന്നാണ്. അളിയൻ വലിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഇദ്യാന് വലിക്കാൻ ആവശ്യത്തിന് ആസ്മയുണ്ട്. അളിയന് വലിക്കാൻ വല്ല റബ്ബർ ബാൻഡോ വള്ളി നിക്കറോ തരാം. അല്ല പിന്നെ. അതൊക്കെ പോട്ടെ, നമ്മുടെ സുലോചനയുടെ കല്യാണാലോചന എവിടം വരെയായി? ഒരാലോചന വന്നായിരുന്നു അളിയാ. എല്ലാം കൊണ്ടും നല്ല ബന്ധം. പയ്യൻ ഗൾഫാന്ന് അറിഞ്ഞപ്പോ വേണ്ടാന്ന് വെച്ച്. വേറൊരെണ്ണം വന്നായിരുന്നല്ലോ. ആ, പിന്നെ നല്ലൊരു ബന്ധം വന്ന് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ അതങ്ങ് ഉറപ്പിച്ച്. ചെറുക്കന് കൂലിപ്പണിയാ. ആലോചിച്ചപ്പോൾ ഗൾഫിനേക്കാളും മെച്ച. മനസമാനം ഉണ്ടല്ലോ. പിന്നെ ഈ പൊങ്ങച്ചവും കേൾക്കണ്ട. അളിയോ, അതെനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. പണിപ്പാളിയിലളിയാ. ആ വികാരിച്ച് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് സ്കൂട്ടായിക്കോട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും വല്ലപ്പോഴും സ്തുതിയായിരിക്കട്ടെ മേരി. തോമാച്ചോ ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. എന്തിനാണച്ചോ? ഈ കസ്തൂരിമാനെതിരെ ജാഥ എടുത്താനല്ലേ? അത് കസ്തൂരിമാനും സൂപ്പർമാനും ഒന്നും അല്ല മേരി. അത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരായ സമരമാ. എന്തായാലും ജാഥ പോകാനും ഫോറസ്റ്റ് ഓഫീസ് എത്തിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അച്ചോ. ഓ, അച്ഛനായിരുന്നോ? അന്ന് ആ മഠത്തിന്റെ പിറകിൽ വെച്ച് കണ്ടതിന് ശേഷം കണ്ടതേ ഇല്ലല്ലോ അച്ഛാ. ഓ, എൻ്റെ ത്രേസ്യാമേ, അത് ഞാൻ കുറച്ച് കുറുന്തോട്ടി പറിക്കാൻ പോയതല്ലയോ. ആ, കുറുന്തോട്ടിക്കും വാദം പിടിച്ചു തുടങ്ങി. വായി നോക്കി നിൽക്കാതെ പോയി ചായ അടിക്കടി. അതൊക്കെ പോട്ടെ, ജോർജ് കുട്ടി എവിടെ? പള്ളി പണിയുന്നതിലേക്ക് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിലേക്ക് കുറച്ച് രൂപ തരാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പറഞ്ഞിട്ട് മുങ്ങിയതാ. ഓ, അച്ഛൻ രൂപത്താ പ്രസംഗം തുടങ്ങി. അല്ല ത്രേസ്യാമേ, നമ്മളൊക്കെ ക്രിസ്തു ശിഷ്യരല്ലേ? പോരാത്തിന് കത്തോലിക്കരും. കത്തോലിക്കരുടെ കാര്യമൊന്നും പറയണ്ട അച്ചോ. കാശുള്ളവൻ കത്തോലിക്കൻ, അല്ലാത്തവൻ വെറും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ത്രേസ്യാമേ. ദൈവദോഷം പറയരുത്. അച്ഛൻ എന്നാത്തിനാണ് എന്റെ പിന്നാലെ വരണത്? പള്ളിമേടയിലേക്കുള്ള വഴി നോക്കിയതാ കണ്ണമ്മേ. എന്റെ മീൻകൊട്ടയിലാണോ പള്ളിമേട വെച്ചിരിക്കണേ? ത്രേസ്യാമച്ചേടത്തിയേ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല പെടക്കണ മീനാണ് കേട്ടാ. ഓ, അച്ഛൻ പോയോ? രക്ഷപ്പെട്ടു. മീൻ എന്നാ വില? ആ വലിയ മീൻ 1 കിലോ എടുത്തേടി. അതിന് ഒരു 600 രൂപയുള്ളു. അത്രയും വലുത് വേണ്ട അല്ലേ അളിയ? അതെ, അതിന്റെ അപ്പുറത്തുള്ളത് എടുത്തേ, കുറച്ചുകൂടി ചെറുത്. ഓ, ഇതാണാ? അതിന് കിലോ 300. അതെ, അതിന്റെ അപ്പുറത്താ കുറച്ചുകൂടി ചെറുതും എടുത്തേ. അത് വെക്കാനുള്ളതല്ലേ സാറേ, പൂച്ചയ്ക്ക് കൊടുക്കാൻ വെച്ചേക്കണാണ്. അത് സാറിന് തന്നാ പിന്നെ പൂച്ചയുടെ വഴക്ക് ഞാൻ കേൾക്കണം. അല്ല, സാറ് ഗൾഫുകാരനാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? അത് ഈ ചിത്തരം കണ്ടപ്പോഴേ മനസ്സിലായി കേട്ടാ. ഈ അളിയൻ നമ്മളെ നാറ്റിക്കും. 1 കിലോ മീൻ പോലും വാങ്ങിക്കാൻ പറ്റാതെ നീ ഇവിടെ നിന്ന് എങ്ങനെ ജീവിക്കാനാടാ? തിരിച്ചു പോകുന്നതാ നല്ലത്. സാറ് കുറെ നേരമായല്ല അതിലട്ടിട്ട് തോണ്ടുന്ന്. ചുണ്ണാമ്പ് തേക്കണാണാ? ഇതൊക്കെ അതിനേ കൊള്ളത്തുള്ളു കേട്ടാ. സാറ് ഇത് കണ്ട അയ്പാടാണ്. മീനിമേ വന്നിരിക്കണ ഈച്ചേനാട്ടം വെച്ചിരിക്കണാണ്. അമ്മേ, ഒന്നാം തരം തേങ്ങാ ചമ്മന്തി ഉള്ളപ്പോൾ നമുക്ക് എന്തിനാ ഇവളുടെ മീൻ? സാർ ഒരു കാര്യം ചെയ്യേ, ഈ വലിയ മീൻ അങ്ങോട്ട് എടുത്താ. കാശിപ്പ തരണ്ട കേട്ടാ, ഉള്ളപ്പ തന്നാ മതിന്നേ. അവിടെ കുബൂസും തൈരൊക്കെ കഴിച്ച് കിടക്കണയാണല്ല. വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കു സാറേ. അല്ല, അവിടെ കുബൂസും തൈരാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അത് കൊള്ളാം. ഗൾഫിലെ ദേശീയ ഭക്ഷണം കുബൂസാണെന്ന് ഇപ്പൊ ആർക്കാണ് അറിയാൻ മേലാത്തത്? എന്തോ അമ്മ വിളിച്ചൊന്ന് തോന്നുന്നു. ത്വാമാച്ചനെ ഇടയാട്ടങ്ങോട്ടൊന്നും കാണാറില്ലല്ല. എന്നാ പറ്റി? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ കണ്ണമ്മേ.
ഒരവസരം ഒത്തു വരണ്ടേ. എന്നാ പിന്നെ ഇന്നങ്ങോട്ടൊന്ന് ഇറങ്ങ്. എന്താണ് ബ്രോ ഇവിടെ ഒരു ചുറ്റിക്കളി? അളിയോ, അളിയന്റെ കുറച്ച് ഫ്രീക്ക് ഫ്രണ്ട്സ് വന്നിട്ടാ. അല്ല, അളിയൻ പോണേനാ? ഞാനേ പുറം കടലിൽ പോയൊരു കൊമ്പനെ പിടിച്ചേച്ചു വരാം. നമ്മടാ നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിങ്ങളായിരുന്നാ? കണ്ടിട്ടും മനസ്സിലായില്ലടാ. ഒന്നും പറയണ്ടടാ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. ബ്രോ, നീ എവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല എന്നാണല്ലോ ഞങ്ങൾ കേട്ടത്. അതൊക്കെ പോട്ടെ, നിനക്കൊരു സെറ്റപ്പുമായിട്ടാണ് കേട്ടാ ഞങ്ങൾ വന്നിരിക്കണത്. എന്റെ പൊന്നളിയാ, ഒരട്ടാറ് സാധനം ഒത്തു വന്നിട്ടുണ്ട് കേട്ടാ. നല്ല അലുവാകൃഷ്ണം പോലെ ഇരിക്കും. നിനക്ക് താല്പര്യം ഉണ്ടാ? താല്പര്യം ഉണ്ടോന്നോ? അതെന്ത് ചോദ്യടാ. പലർക്കും നോട്ടമുള്ളതാ, പക്ഷെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അഡ്വാൻസ് ആക്കുന്ന എന്തിനാ? മൊത്തം കാശും കൊടുത്തേക്കാം. ദുബായിൽ ഞങ്ങൾ ഇതിനൊന്നും കടം പറയാറില്ല. കൊറേ പേര് നോട്ടം ഇട്ട് വെച്ചിരിക്കണ പീസാണേ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോയി കരാർ എഴുതിയാലോ? കരാറാ? നാട്ടിലിപ്പോ ഇതിനൊക്കെ കരാർ എഴുതി തുടങ്ങിയോ? പിന്നല്ലാതെ കരാർ എഴുതാതെ സ്ഥലം വാങ്ങിക്കാൻ പറ്റുമോ? ഇവനെ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാ. ഓ, സ്ഥല കച്ചവടമായിരുന്നോ? വെറുതെ മനുഷ്യനെ നീ അങ്ങോട്ട് കൊതിപ്പിച്ചു. വൈകിട്ട് എന്താ പരിപാടി? നമുക്കൊന്ന് കൂടിയാലോ? അല്ലടാ, എന്റെ കയ്യില് അത്രയും കാശ്. അയ്യോ, ആരോടാ പടി, നീ കാശൊന്നും ഇറക്കണ്ട. കാശ് വേണേ ഞങ്ങൾ നിനക്ക് ദുബായിലേക്ക് അയച്ചു തരാൻ കേട്ടോ. ഇതേതാ ഈ പുതിയ ഫോറിൻകാരൻ? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോടാ. അയ്യോ, ആരോടാ, അത് ഫോറിൻകാരനൊന്നും അല്ല. അതിവിടെ പണിയെടുക്കുന്ന ബംഗാളി ലീവിന് നാട്ടിൽ പോന്നതാ കേട്ടോ. നാട് മാറിപ്പോയി വച്ചു. നീ ഇനി ഗൾഫിലേക്കൊന്നും പോണ്ട. നമുക്കിവിടെ അടിച്ചു പൊളിച്ച് സുഖമായി ജീവിക്കാം. എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടിയേക്കാം അല്ലേ? കിട്ടിപ്പോയി, കിട്ടിപ്പോയി. യാഹൂ! എടാ സുഗുണ, നീ ദുബായിന്ന് പോന്നു. എന്ത് കിട്ടിയെന്നാ നീ പറയണേ? 2020. തെണ്ടിന്ന് വിളിച്ചാൽ കൊന്നളി ഞാൻ, പന്നി. അതല്ലടാ, ദുബായിക്ക് എക്സ്പോ 2020 അടിച്ചു. നമ്മള് രക്ഷപ്പെട്ട അളിയാ. ഞാൻ ലീവ് എന്ന് വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. ഇപ്പോഴാ ന്യൂസ് കേട്ടത്. ഞാൻ തിരിച്ചു പോവുക. ഇനി അങ്ങോട്ട് നമ്മുടെയൊക്കെ കാലം തെളിഞ്ഞെന്റെ അളിയോ. എന്നാ ഒരു മിനിറ്റ് നിക്കടാ, ഞാനും പോരുവാ. ബാഗ് എടുത്തിട്ട് പോരാം. അതെ, എന്താണ് മച്ചു ഈ 2020? ക്രിക്കറ്റാണാ? ഇങ്ങ് വന്നേ, മനസ്സിലായില്ലല്ലേ? അത് തന്നെ, മിണ്ടാതിരുന്നോ നീ. എടാ, ഞങ്ങളൊക്കെ ഗൾഫിൽ കിടന്ന് ചോര നീരാക്കി കാശയക്കുന്നുണ്ടാ. നീയൊക്കെ ഇങ്ങനെ ഊശാന്താടിയും വെച്ച് വള്ളി നിക്കറും ഇട്ട് ഗ്യാസും വിട്ടുകൊണ്ട് അലക്കാണ്ടും കുളിക്കാണ്ടും നടക്കണ്. വേഷം കെട്ടെടുത്താലുണ്ടല്ലോ, ഇനിയും പൊട്ടിക്കും ഞാൻ എല്ലാം. പിന്നെ അളിയന്മാരെ, അപ്പൊ ബൈ ബൈ. അടുത്ത ഓരോന്ന് കാണാ. പിടിവിട്ട് പോയല്ലോ മച്ചു. ഇനി എന്ത് ചെയ്യും? എടാ ഫ്രോഡുകളെ. ഫ്രോഡുകളല്ല അമ്മച്ചി, വി ആർ ഫ്രീക്സ്. രണ്ടും കണക്ക് തന്നെയാ. ജോജുട്ടി പോയടാ മക്കളെ. അവൻ വിട്ടുപോയ അമ്മച്ചി. എടാ മച്ചു, വേറെ കോള തോന്നിട്ടുണ്ട്. വടക്കേ വീട്ടിലെ ജിമ്മിച്ചനില്ലേ, ദോഹന്ന് ലീവിന് വന്നിട്ടുണ്ട്.
ഒരു 8ന്റെ പണി അവനിട്ട് കൊടുത്താലോ ബ്രോ? ഈ സ്ഥലം നമുക്ക് അവന്റെ തലയിൽ കെട്ടിവെച്ചാലോ? ഡൂട്ട്, എന്നാ പിന്നെ വിട്ടോടാ. ഇന്നത്തേക്ക് നമുക്ക് അവൻ മതി. By mistake കൊച്ചിയിലെ ബോണായി പോയി മച്ചാനെ. By റോഡിൽ ഇവിടുന്ന് escape ആകാൻ മച്ചാനെ. Bypass എത്തുമ്പോൾ ജോവറാകും മച്ചു. Why feeling sad buddy? Forget that way buddy. Not only road buddy but also river വഴി. സ്കൂട്ടായിക്കോ മച്ചാനെ മച്ചാനെ മച്ചു, സ്കൂട്ടായിക്കോ മച്ചാനെ ഷിപ്പുണ്ട് മച്ചു, സ്കൂട്ടായിക്കോ മച്ചാനെ ബോട്ടുണ്ട് മച്ചു, escape ഇട്ടോ മച്ചു. നാടും നാട്ടുകാരും ഒത്തിരി മാറിപ്പോയത് നമ്മളിൽ പലരും അറിയാറില്ല. കാരണം നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നത് നമ്മൾ ജീവിച്ച കാലവും ഓർമ്മകളുമാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ലോകം ഒരു വലിയ ഗ്രാമമായി ചുരുങ്ങുമ്പോൾ നമ്മുടെ പഴയ നമ്പറുകൾ ചീറ്റിപ്പോകുന്നത് വെറും സ്വാഭാവികം മാത്രം. അതുകൊണ്ട് കാലാനുസൃതമായി നമ്മൾ പുതിയ നമ്പറുകൾ ഇറക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു പ്രവാസ കഥയുമായി രാഗയുടെ അടുത്ത ലക്കത്തിൽ ഒന്നിക്കും വരെ നന്ദി, നമസ്കാരം.